ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തിയുള്ള നമ്മുടെ ദൈവത്തെ ഞാൻ സ്തുതിച്ചു വാഴ്ത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന വിശുദ്ധന്മാർക്കേവർക്കും പ്രത്യേകാൽ ഉള്ള ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഒരുമിച്ചുള്ള കൂട്ടായ്മ തിരുനാമത്തിന്റെ മഹത്വത്തിനും നമ്മുടെ ആത്മീയ പരിപോഷണത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ അഭിനന്ദനാർഹമാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന ദൈവത്തോട് യാചിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുകയാണ്. അതിൻ്റെ 4-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങൾ നാം ദൈവത്തിന്റെ വചനം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായോഗിക തലത്തിൽ നിന്നും ചിന്തിക്കുകയുണ്ടായി ഇന്നലെ. എന്തെങ്കിലും വിശദീകരണം ഇനിയും അതിൽ ആവശ്യം ഉണ്ടോ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നുമില്ല എന്ന മൗനത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. ഇടക്കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഒരു പൊതു ചോദ്യോത്തര സെഷനും കൂടെ നമ്മൾ ഫെബ്രുവരി ഏതെങ്കിലും ഒരു ദിവസം, ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസം, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സൗകര്യപ്രദമായ ഒരു ദിവസം വയ്ക്കാമെന്ന് കരുതുന്നു. അത് നിങ്ങളുടെ സജഷൻസ് ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് സൗകര്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വെച്ചതുപോലെ കുറെ നേരത്തെ വയ്ക്കുന്നത് സമയം കുറെ കൂടെ കിട്ടുന്നതിന് സഹായകമാകും. അന്നൊക്കെ നമ്മൾ 6 മണിക്കായിരുന്നു കൂടിയത്. 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ ആ ചോദ്യോത്തര വേളകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സൗകര്യങ്ങൾ അറിയിച്ചാൽ അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. അത് ഇടയ്ക്ക് എല്ലാവരുടെ അറിവിലേക്ക് പറഞ്ഞു വന്നേ ഉള്ളൂ. ശരി, നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിൽ, പഠിച്ച കാര്യങ്ങളിൽ മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. 18-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 4 മുതൽ 24 വരെയുള്ള 21 വാക്യങ്ങൾ ബാബിലോണിന്റെ പൊതുവായ സ്വഭാവത്തെയും ന്യായവിധിയുടെ അവസ്ഥകളെയും ഒക്കെ വിവരിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ വാക്യം, 4-ാമത്തെ വാക്യമാണ് ദൈവത്തിന്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ ആഹ്വാനമായി നമ്മൾ കണ്ടത്. എൻ്റെ ജനമായുള്ളവരെ, അവളുടെ എന്ന് വെച്ചാൽ ബാബിലോണിന്റെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കണം. അതിന് നിങ്ങൾ അവളെ വിട്ടുപോരുവേൻ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദപുസ്തക ഉപദേശമാണ് വേർപാടിന്റെ ഉപദേശം എന്ന് നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെയും വേർപാടിന്റെ ഉപദേശത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ 2 തലങ്ങളാണ് അതിനുള്ളത്. 2 sides, 2 aspects, 2 തലങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിട്ടുപോരുവേൻ. That means we have to save ourselves.
So two facets of separation. One is getting away from somebody or somewhere. Getting away, saving ourselves, leaving aside, running away from, staying away from. അപ്പൊ ഈ വേർപാടിന്റെ ഒന്നാമത്തെ തലം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, ഓർപ്പിച്ചു പോകുന്നത്. ചിലയിടത്ത് നിന്ന് നമ്മൾ വേർപെട്ടിരിക്കണം. ചിലതിൽ നിന്ന്, ചിലരിൽ നിന്ന്, ചിലയിടത്ത് നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, ചില കാര്യങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ടിരിക്കുക, നമ്മൾ വിട്ടുപോവുക, നമ്മൾ അകന്നു മാറുക എന്ന ഒരു ഭാഗം അതിനുണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് നമ്മിൽ നിന്ന് ചിലതിനെ എടുത്തു കളയുക. എന്ന് വെച്ചാൽ ഒന്നാമത്തേത് വിട്ടുപോരുക, രണ്ടാമത്തേത് വിട്ട് കളക. റിമൂവിങ് സംതിങ് ഫ്രം വിതിൻ, ഫ്രം ourselves. നമ്മിൽ തന്നെയുള്ള, ആന്തരികമായിട്ട് നമ്മിലുള്ള അരുതാത്തതിനെ പെറുക്കി കളയുക. ഈ രണ്ട് തലങ്ങൾ വേർപാടിനുണ്ട്. ഇത് രണ്ടും ഒരുപോലെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും. ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? സെക്കൻഡ് വൺ, ഓഫ് കോഴ്സ്. രണ്ടാമത്തേതിനാണ് വളരെ പ്രാധാന്യം. മറ്റേത് കുറെ കൂടെ എളുപ്പമാണ്. ഒന്നാമത്തേത് കുറച്ചുകൂടെ എളുപ്പമാണ്. ചിലയിടത്ത് നിന്ന് വിട്ടുപോരുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിന് മിസ്രയീമിൽ നിന്നും വിട്ടുപോരുക എന്നത് ഒരർത്ഥത്തിൽ എളുപ്പമായിരുന്നു. It was easy for Israel to come out of Egypt. ആബാലവൃദ്ധം ജനങ്ങളും അവരുടെ മൃഗങ്ങളും ഉൾപ്പെടെയായി മിസ്രയീമിൽ നിന്ന് പോരുന്നു. Even not left a single hoof, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ, മനുഷ്യരും മൃഗങ്ങളും അവരുടെ സമ്പാദ്യങ്ങളും എല്ലാമായിട്ട് മിസ്രയീമിൽ നിന്നും അവർ ഒറ്റ രാത്രി കൊണ്ട് പുറപ്പെട്ടു. ഇറ്റ് വാസ് വെരി ഈസി. പക്ഷേ അവര് കനാൻ നാട്ടിൽ 40 വർഷത്തെ യാത്ര ചെയ്ത് കനാൻ നാട്ടിൽ എത്തിയിട്ടും കൂടെ അവരുടെ അകത്ത് നിന്ന് മിസ്രയീമിനെ കളയാൻ വളരെ പ്രയാസപ്പെട്ടു. It was so easy for Israelites to come out of Egypt, to have an exodus. It was easy. But removing Egypt from within was the challenge. ഇത് തന്നെയാണ് വേർപാടിന്റെ രണ്ട് തലങ്ങൾ. ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ വേർപെട്ടിരിക്കാം. പക്ഷേ ലോകത്തെ, പാപത്തെ നമ്മിൽ നിന്നും എടുത്തു മാറ്റുന്നതാണ്
ശ്രമകരമായിട്ടുള്ളതും പ്രധാനപ്പെട്ടതും. ഇത് രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ വേർപാടിന്റെ, സെപ്പറേഷന്റെ പ്രധാന തലം ആകുന്നുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വിട്ട് പോരുക. അപ്പോൾ വിട്ടു പോരേണ്ടതും വിട്ട് കളയേണ്ടതും. സ്തോത്രം. നമ്മിൽ രൂഢമൂലമായിരിക്കുന്ന, ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള, രൂഢമൂലമായിരിക്കുന്ന ഒത്തിരി സ്വഭാവങ്ങൾ നമുക്കുണ്ട്. So many habits we have that became part of our lives, our lifestyle, part of our personality. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് തീർന്ന പല കാര്യങ്ങളുണ്ട്. ഓർമ്മ കാണും നിങ്ങൾക്ക്, നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ശൈലി, മഹാത്മാഗാന്ധിയുടെ വാക്കുകളും ഒക്കെ കൂടെ അല്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമെടുത്ത് നമ്മുടെ രീതിയിൽ അതിനെ നമ്മളൊന്ന് ഫ്രെയിം ചെയ്തിരുന്നു, ഒന്ന് വെച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ചിന്തിച്ചത് ഓർമ്മ കാണുമല്ലോ, മൈൻഡ് യുവർ തോട്ട്സ്, ദേ വിൽ ബിക്കം. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? words. Mind your words, they will become actions. Mind your actions, they will become habits. Mind your habits, they will develop our character. Mind your character, that will form our personality. Mind your personality, that will determine our destiny or our eternity. ചിന്തകളെ ശ്രദ്ധിക്കുക, അത് വാക്കുകളായിട്ട് മാറും. വാക്കുകളെ സൂക്ഷിക്കുക, അത് പ്രവൃത്തികളാകും. പ്രവൃത്തികളെ സൂക്ഷിക്കുക, അത് ശീലങ്ങൾ, ഹാബിറ്റ്സ് ആവും. ശീലങ്ങളെ സൂക്ഷിക്കുക, അത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കും. സ്വഭാവത്തെ ശ്രദ്ധിക്കുക, അത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കും. വ്യക്തിത്വത്തെ സൂക്ഷിക്കുക, അതിനനുസരിച്ചായിരിക്കും നിത്യത നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന, ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ, പുതിയ അവർക്കൊരു പക്ഷെ പുതുതായിരിക്കും, മറ്റുള്ളവർക്ക് ഓർമ്മ കാണും. ആവർത്തിക്കണ്ടായല്ലോ. വേണ്ട. ഇംഗ്ലീഷ് പാസ്റ്റർ ഒന്നുകൂടെ പറയാമോ? അത് പറയാം. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ഇംഗ്ലീഷാ വേണ്ടത്. ഓക്കെ. മൈൻഡ് യുവർ തോട്ട്സ്, they will become your, our, my ചേർത്ത് എന്താന്ന് വെച്ചാൽ, മൈൻഡ് യുവർ തോട്ട്സ്, they will become your words. Mind your words, they will become your actions or deeds or conducts, whatever it be. Mind your actions, they will become your habits. Your habits. ഉള്ള ഹന്ന ജനറൽ ആയിട്ട് കേട്ടോ, ഫോർ ഓൾ. മൊത്തം ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഉണ്ടത്. ഓക്കെ. മൈൻഡ് യുവർ തോട്ട്സ്, they will become your words.
Mind your words, that will become your actions. Mind your actions, they will form or become your habits. Mind your habits. ഓക്കെ, ഇപ്പം ജനറൽ എല്ലാവർക്കും കൂടെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ചാറ്റ് ബോക്സിലുണ്ട്. Your habits will one day become your values or characters. Character. Mind your values or character, they will form your personality. Your personality. Yeah, add that also. Your personality. And mind your personality, that will determine your destiny. അപ്പം നമ്മുടെ ചിന്തകളിൽ തുടങ്ങി ഇങ്ങോട്ട് നമുക്ക് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതാണ് 2 Corinthians 7:1, 2 കൊരിന്ത്യർ 7:1 പറയുന്നത്. അറിയാമെന്ന വാക്യമാണെങ്കിലും ഒന്ന് വായിച്ചോളൂ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, അതല്ലേ, അത് തന്നെ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇന്നലെ നമ്മൾ കുറെ ഭാഗങ്ങൾ പഴയ പുതിയ നിയമങ്ങളിൽ നിന്നും വിട്ടുപോരുക എന്ന കൽപ്പനകൾ കണ്ടു. ഇവിടെ പറയുന്നത് കേട്ടോ, 2ാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ആത്മാവിലും ജഡത്തിലുമുള്ള സകല കന്മഷവും നീക്കി. നമ്മളല്ല നീങ്ങേണ്ടത്, നമ്മിൽ നിന്നും നീക്കിക്കളയേണ്ടതാണ്. നമ്മിൽ നിന്നും നീക്കിക്കളയണം. നമ്മിൽ നിന്നും വിട്ടുകളയേണ്ട പലതും ഉണ്ട്. കൊലോസിയർ 3:5 വാക്യവും കൂടെ, ഒത്തിരി വാക്യങ്ങൾ വേറെ ഉണ്ട്, ഈ തെളിവിന് വേണ്ടി 1-2 വായിക്കുന്നതേ ഉള്ളൂ. കൊലോഷ്യൻസ് 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇങ്ങനെയുള്ള ഏതെങ്കിലും അവയവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ ഒരു അവയവം നമുക്ക് ആർക്കും ഇല്ല. മെഡിക്കൽ എക്സ്പേർട്സും ഒക്കെ ഉണ്ടല്ലോ, അനാട്ടമി ഒക്കെ നല്ലപോലെ അറിയാവുന്നവർ. അനാട്ടമിക്കകത്ത്, ശരീരശാസ്ത്രത്തിനകത്ത് ഈ പറയപ്പെട്ട ഒരൊറ്റ അവയവം പോലില്ല. പിന്നെന്താ ഈ അവിടെ അവയവം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, ശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങളായതല്ല. നാം അങ്ങനെയുള്ളവയെ എന്ത് ചെയ്യണം? പുട്ട് ടു ഡെത്ത്, മോർട്ടിഫൈ, മരിപ്പിക്കുക. സ്തോത്രം. 8ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 8. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. ഇന്നലെ നമ്മൾ വായിച്ചതൊക്കെ വിട്ടോടുവീൻ, വിട്ടുപോരുവീൻ എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നത് കേട്ടോ, കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു നീക്കിക്കളവീൻ. ഇവിടെ 5ാം വാക്യത്തിൽ കൊലോസ്യർ 3:5 വായിച്ചു മരിപ്പിപ്പീൻ. 8 വായിച്ചു വിട്ടുകളവീൻ. Put to death, put off, remove them from within. അകത്ത് നിന്നും ഇവയെ നമ്മൾ നീക്കിക്കളയണം. സ്തോത്രം. ഇതിനാണ് ഒരു ആയുസ് മുഴുവനും എടുക്കുന്നത്.
മറ്റേത് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ ഭാഗത്തിന് ഒരായുസ് മുഴുവൻ വേണം. ആയുഷ്കാലം മുഴുവനും ഉണ്ടെങ്കിലും മൊത്തം ചിലപ്പം പോയെന്ന് വരില്ല. ഇതിനാണ് ദിസ് ഈസ് ദ സ്ട്രെയിൻ ഓഫ് സ്പിരിച്വൽ ലൈഫ്. ദിസ് ഈസ് ദ ഹാർഡ്ഷിപ്പ് ഇൻ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ക്രിസ്തീയ ആത്മീയതയിലെ ഏറ്റവും ശ്രമകരമായ കാര്യം ഇതാണ്. പള്ളിയിൽ പോകുന്നതല്ല, ഉപവസിക്കുന്നതല്ല, സ്നാനപ്പെടുന്നതല്ല. ഇനി ഈ ലോകക്കാരും മുഴുവനും എതിർത്താലും നമുക്ക് വേണമെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാം. നിങ്ങൾ പോന്നും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാം, കുഴപ്പമില്ല. വീട്ടുകാരെ നമുക്ക് വേണമെങ്കിൽ അതിനു വേണ്ടി ഉപേക്ഷിക്കാം, നാട്ടുകാരെ ഉപേക്ഷിക്കാം, ജീവൻ പോലും വേണമെങ്കിൽ വെച്ചു കൊടുക്കാം. പക്ഷേ അതിനേക്കാൾ പ്രയാസകരമായത് എന്താ? നമ്മുടെ അകത്ത് ആദ്യത്തെ ആദാമിൽ നിന്ന് ലഭിച്ച പാപ സ്വഭാവങ്ങൾ, ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന പാപപ്രകൃതങ്ങൾ, അവയെ വിട്ടുകളയുക എന്നുള്ളതാണ്. അവയെ വിട്ടുകളയുക. സ്തോത്രം. Put away and get rid yourselves of all these things. സ്തോത്രം. ജീവൻ വെച്ചു കൊടുക്കുന്നത് പോലും ഇതിനേക്കാൾ ഈസിയാ, അല്ലേ? ജീവൻ വെച്ചു കൊടുക്കുന്നത് പോലും ഇതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. സ്തോത്രം. സാധു സുന്ദർ സിംഗ് പറഞ്ഞതുപോലെ രക്തസാക്ഷിയാകാൻ 1 മിനിറ്റോ 2 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന പത്രോസ് പറയുന്നത് ഓർമ്മ കാണുമല്ലോ. 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. First Peter 2:11. Beloved, I urge you as sojourners and exiles to abstain from the passions of the flesh, which wage war against your soul. Abstain from the lust of the flesh that wage war against your spirit. നമ്മുടെ ആത്മാവിനോട്. സ്പിരിറ്റ് എസ് ചെറുതാണോ വലുതാണോ? സ്മോൾ ലെറ്റർ ഓർ ക്യാപിറ്റൽ ലെറ്റർ? എസ്. Sola. Letter. സ്മോൾ ലെറ്റർ ആയിരിക്കും. നമ്മുടെ ആത്മാവിനോട് നമ്മുടെ അകത്തിരുന്നു കൊണ്ട് പോരാടുന്ന ജഡത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വഭാവങ്ങളുമുണ്ട്. അതിനെ നമ്മിൽ നിന്ന് മാറ്റണം, വിട്ടകലണം. സ്തോത്രം. ഇതുപോലുള്ള വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. നമുക്ക് തെളിവിന് ഈ കാര്യങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. തിരികെ നമുക്ക് വെളിപ്പാട് 18:4 വരാം. അവിടെ കർത്താവ് തന്റെ ജനത്തോട് പറയുന്നത് ബാബിലോണിന്റെ പാപങ്ങളിൽ
കൂട്ടാളികൾ ആകരുത്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. ആക്റ്റീവായിട്ടോ പാസീവായിട്ടോ നമ്മൾ നേരിട്ട് പാപം ചെയ്തോ അല്ലാതെ മാറിയിരുന്ന് ആസ്വദിച്ചുകൊണ്ടോ, രണ്ട് രീതിയിലും നമ്മൾ പാപത്തിൽ കൂട്ടാളികൾ ആകരുത്. ആകരുത്. പാപത്തിൽ കൂട്ടാളികളായാൽ അവൾക്ക് വരുന്ന ബാധകളിൽ അഥവാ ശിക്ഷാവിധിയിൽ ഓഹരിക്കാരുമാകും. അതിനെപ്പറ്റി ഒരു പ്രയോഗം തിരുവത്താഴ സമയങ്ങളിൽ നമ്മൾ 1 കൊരിന്ത്യർ 11 നിന്നും വായിക്കാറുണ്ട്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഈ അപ്പം തിന്നാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്താ പറയുന്നത്? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. കണ്ടോ? ഈ 18:4 ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പ്രയോഗമാണ് പൗലോസ് അവിടെ പറയുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇനി അഥവാ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാബിലോണിനോടുകൂടെ, അവൾക്കുള്ള ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കേണ്ടതിന്, പൗലോസ് അവിടെ പറയുന്നത് ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുക, മഹതിയാം ബാബിലോണിന്റെ ബാധകളിൽ ഓഹരിക്കാർ ആകാതിരിക്കുക. പാപത്തിൽ പങ്കാളികളായാൽ ശിക്ഷാവിധിയിൽ ഓഹരിക്കാരുമാകും. അത് സംഭവിക്കരുത് എന്നാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. 4-ാം വാക്യത്തിൽ നിന്നും മറ്റെന്തെങ്കിലും? മറ്റൊന്നും കാണത്തില്ലല്ലോ. എങ്കിൽ 5-ാമത്തെ വാക്യം വായിക്കാം. അവളുടെ കോപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. സ്തോത്രം. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അതേക്കുറിച്ചും നമ്മൾ നേരത്തെ കണ്ടതാണ്. അവളുടെ പാപത്തെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു ബാബിലോണിന്റെ പാപം എന്നുള്ളത് കണ്ടല്ലോ. അതുകൊണ്ട് ഈ വാക്യത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യവും കൂടെ ഇവിടെ ഓർപ്പിക്കുന്നു. ദൈവം ഒരുവനെ ശിക്ഷിക്കുന്നു എങ്കിൽ ദൈവം അവനെ ശിക്ഷിക്കത്തക്കതുപോലെ അവളെ ഒരു വ്യക്തി എന്നർത്ഥം. എന്തു വേണം? അവരുടെ പാപം തികയണം. നമ്മൾ നേരത്തെ ആ വിഷയത്തിൽ വായിച്ചിട്ടുള്ള ഒരു വാക്യം ഒന്നും കൂടെ വായിക്കാം.
ഫസ്റ്റ് തെസലോനിയൻസ് 2:16, 1 തെസലോനിക്ക ലേഖനം 2:16. By hindering us from speaking to the Gentiles that they might be saved, so as always to fill up the measure of their sins. But wrath has come upon them at last. Paul says here about the sins of Israelites. By hindering the apostles from preaching the gospel, Paul says they are, means Israelites, Jews, they are filling up the measure of their sins, that the wrath of God may be poured out upon them. അപ്പോസ്തലന്മാരെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്നും, ജാതികളെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിൽ നിന്നും ഇസ്രായേൽ യഹൂദന്മാർ തടയുന്നത് എന്താണെന്നാ പൗലോസ് ഇവിടെ പറയുന്നത്? പാപങ്ങളെ keeping പൂരിപ്പിക്കുന്നു. ഇസ്രായേൽ അവരുടെ പാപങ്ങളെ പൂരിപ്പിക്കുകയാണ്. അത് പൂരിപ്പിച്ചു കഴിയുമ്പോൾ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. 2 മുഴുപ്പുകൾ അല്ലെ? 2 full measures. One is the full measure of sin of man. മനുഷ്യന്റെ പാപത്തിന്റെ മുഴുപ്പ്. 2, the full measure of the wrath of God. പാപത്തിൽ മുഴുത്തവരുടെ മേൽ പകരപ്പെടുന്ന ദൈവക്രോധത്തിന്റെ മുഴുപ്പ്. This is reciprocal, these two. Full measure of sin, full measure of wrath. പാപം മുഴുത്താൽ ദൈവത്തിന്റെ ക്രോധവും മുഴുവനുമായി അവരുടെ മേൽ പെയ്തിറങ്ങും. ദൈവം കാത്തിരിക്കുന്ന 2 വെയിറ്റിംഗ് സോൺ, കാത്തിരിപ്പ് കാലമുണ്ട്. ഒന്നാമത്തെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? കരുണയുടെ കാത്തിരിപ്പാണ്, മാനസാന്തരത്തിന് വേണ്ടി. രണ്ടാമത്തെ കാത്തിരിപ്പ് പറഞ്ഞട്ടെ, ന്യായവിധി. ന്യായവിധിയുടെ കാത്തിരിപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ പാപം പൂരിപ്പിക്കാനുള്ള കാത്തിരിപ്പ്. So 2 waiting times God is waiting for people. One is in his mercy till the full time or the full duration of God's mercy, that people may be saved, repented. റോമലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ആദ്യത്തെ വാക്യങ്ങൾ പ്രത്യേകിച്ച് 4 മുതൽ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കും. ആ കരുണാകാലം തീരുന്നതുവരെ. അത് മാനസാന്തരത്തിനായിട്ടുള്ള കാത്തിരിപ്പ്, അത് കരുണയോടെയുള്ള കാത്തിരിപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാത്തിരിപ്പുണ്ട്. അത് മനുഷ്യർ തങ്ങളുടെ പാപം പൂരിപ്പിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. അവിടേക്ക് വരുമ്പോഴാണ് പിന്നെ രക്ഷയില്ലാത്തത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന യോഹന്നാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം.
അപ്പം ദൈവം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ, ഒരു സഭയെ, ഒരു രാജ്യത്തെ, ഒരു ജാതിയെ നശിപ്പിക്കാതെ ഇരിക്കുന്നത് ഈ രണ്ട് കാത്തിരിപ്പുകൾ കൊണ്ടാണ്. ആദ്യം മാനസാന്തരത്തിന് സമയം കൊടുത്ത് അവർ മാനസാന്തരപ്പെടുന്നതും കാത്തിരിക്കുക. രണ്ട്, അവരുടെ പാപം പൂരിപ്പിക്കുന്നതും കാത്തിരിക്കുക. കാരണം ദൈവത്തിന്റെ ക്രോധം മുഴുത്തു വരാൻ, മുഴുവനുമായി അവരുടെ മേൽ പകരുവാൻ അത് വന്നേ പറ്റൂ, അത് സംഭവിച്ചേ പറ്റൂ. അഞ്ചാം വാക്യത്തെക്കുറിച്ചും അത്രയും മതിയല്ലോ. ബാക്കി അവളുടെ പാപം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ ആവശ്യമുണ്ടോ? സ്തോത്രം. ഇല്ല. അപ്പോൾ ഇങ്ങനെ പാപത്തിൽ പലരും മുഴുക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇന്നും കാത്തിരിക്കുന്നു. ചിലരെയൊക്കെ സന്ദർശിക്കണേ എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ അനങ്ങാതിരിക്കുന്നത് ഈ രണ്ടിൽ ഒന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ട. ഒന്നുകിൽ ചിലരെ സംബന്ധിച്ച് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയായിരിക്കും, മറ്റു ചിലരെ സംബന്ധിച്ച് പാപം പൂരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ആ പാപം പൂരിപ്പിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പെന്ന് പറയുന്നത് പിന്നെ രക്ഷിക്കപ്പെടാൻ ഒക്കാത്ത ഒരു കാത്തിരിപ്പ്. അത് ദൈവം തള്ളിക്കളഞ്ഞ കേസുകളാണ്. സ്തോത്രം. മറ്റ് ഭാഗങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 6-ാമത്തെ വാക്യം. Pay her back as she herself has paid back others. Yes, please. Pay her back as she herself has paid back others, and repay her double for her deeds. Mix a double portion for her in the cup she mixed. Yeah, 7 also. As she glorified herself and lived in luxury, so give her a like measure of torment and mourning. Since in her heart she says, I sit as a queen, I am no widow, and mourning I shall never see. 5-ാം വാക്യത്തിന്റെ വിശദീകരണം 7-ാം വാക്യത്തിലുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അവളുടെ പാപം, അവൾ she exalts herself, she glorifies herself. അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി പേരുണ്ടല്ലോ സ്വയം മഹത്വം എടുക്കുന്നവര്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ട് ആൾക്കാരൊക്കെ. തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. പിന്നെ തുളച്ചയിടത്തോളം അവളുടെ സമൃദ്ധിയിൽ, ആഡംബരത്തിൽ അവൾ പുളച്ചു. her luxury, her pleasure, her enjoyments. പുളച്ചയിടത്തോളം അവൾ പിന്നെ പറയുന്നത്, ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നു. exalting herself.
ഐ എം ദ ക്വീൻ, ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നു. ഐ എം നോട്ട് എ വിഡോ, ഞാൻ വിധവയല്ല. ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അപ്പോൾ 5-ാം വാക്യത്തിൽ പറഞ്ഞ പാപം നമ്മളത് ആദ്യ വാക്യങ്ങളിലും കണ്ടു, 2-ാമത്തെ വാക്യത്തിലുമൊക്കെ നാം അത് കാണുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അവളുടെ പാപത്തെക്കുറിച്ചാണ് 7-ാമത്തെ വാക്യത്തിലും പറയുന്നത്. പക്ഷേ ദൈവം പറയുകയാണ്, അവൾ ചെയ്തതുപോലെ, 6-ാം വാക്യം, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. Here is the revelation or the manifestation of divine justice. ഓർക്കുന്നുണ്ടാകുമല്ലോ, ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്, നീതിയെക്കുറിച്ച്, റൈച്ചസ്നെസ്സിനെ കുറിച്ച് പഠിച്ചത്. എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? റീപേയിങ് വാട്ട് one rightfully deserves. This is the justice. ഇതാണ് ന്യായം. എന്താണ് ന്യായം? ഒരാൾക്ക് അർഹതപ്പെട്ടത് ഒട്ടും കുറയാതെ അളന്നു കൊടുക്കുക. Giving the full measure of what a person rightfully deserves. ഒരു വ്യക്തിക്ക്, ആവർത്തിക്കുന്നു, വ്യക്തിയോ കുടുംബമോ സമൂഹമോ സഭയോ ദേശമോ ജാതിയോ ആകട്ടെ, അവർക്ക് ന്യായമായി ശരിയായി ലഭിക്കേണ്ടത് ഒട്ടും അളവ് കുറയ്ക്കാതെ അളന്ന് കൊടുക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ അവസ്ഥയുടെ പേരാണ് നീതി. ഇവിടെ പറയുന്നത് കേട്ടോ, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം. Here we have a counterpart of justice in relation with you and me, God's people. ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവനീതിയുടെ ഒരു, എന്താണ് പറയുന്നത്, മറുഭാഗമുണ്ട്. ഒരു മറുഭാഗമുണ്ട്. എന്താണെന്ന് പറയാമോ? ദൈവനീതിയുടെ ഒരു മറുഭാഗമുള്ളത്, എ കൗണ്ടർ പാർട്ട് ഓഫ് ദിസ് ജസ്റ്റിസ്. കരുണ, മേഴ്സി. യെസ്, ദൈവത്തിന്റെ കരുണയാണ്. നമ്മളതിന് മിക്കപ്പോഴും എടുക്കുന്ന ഒരു വാക്യമുണ്ട്, ഓർമ്മ കാണാം നിങ്ങൾക്ക്. 103-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാൻ, അകൃത്യത്തോണം നമ്മോട് പകരം ചെയ്യാൻ. സ്തോത്രം. മനസ്സോടെ ശാപം മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത എന്നുള്ള പാട്ട്, അതിലെ ഒരു സ്റ്റാൻസ എനിക്ക് ഓർമ്മ വരുന്നു. ആദ്യത്തെ സ്റ്റാൻസയാ, പരമനീതിയൻ
ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം പരമൻ നീ അതാൽ അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് ഭക്തൻ പാടുകയാ. നമ്മൾ ഈ പറയുന്ന ആശയം ഇവിടെയുണ്ട്. പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എപ്പോഴാ ഇറങ്ങി വന്നത്? പരമൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്യുന്നതമായ നീതി എന്റെ പാപത്തിന് ഒത്തവണ്ണം എനിക്ക് പകരം തന്ന് എന്നെ അരിയുവാൻ നിന്ന ഒരു നേരം. സ്തോത്രം. പക്ഷേ യേശുക്രിസ്തു ആ സമയത്ത് ഇറങ്ങി. എനിക്ക് പകരം യേശു ആ നീതിയാൽ അരിയപ്പെട്ടിടാൻ, കൊയ്ത് ചേർക്കപ്പെടാൻ ഇറങ്ങി വന്നല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന്റെ നീതി ഇവിടെ ബാബിലോണിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുകയാണ്. 18:6 വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം തന്നെ പറയുകയാ, അവൾ ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം കൊടുക്കുക. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുക. ഇതാണ് ദൈവത്തിന്റെ നീതി. നമ്മോടും ദൈവത്തിന്റെ നീതി ഇങ്ങനെ ഇടപെടേണ്ടിയിരുന്നതാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് തന്റെ നീതിയാൽ നമ്മോട് പകരം ചെയ്യുന്നതിന് പകരം ആ നീതിയുടെ കൊയ്ത്ത്, ആ നീതിയുടെ അരിവാൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മേൽ അയച്ചിട്ട് പാപികളായ നമ്മോട് ദൈവം കരുണ കാണിച്ചു, ദയ കാണിച്ചു. ദയ, കരുണ എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. നീതിയുടെ നിർവചനം പോലെ കരുണയുടെ, ദയയുടെ നിർവചനവും ഓർമ്മ കാണും നിങ്ങൾക്കല്ലേ? What is mercy? What is benevolence? കരുണ എന്ന് പറഞ്ഞാൽ മറന്നുപോയോ? നമുക്ക് അർഹമായി ലഭിക്കേണ്ടത് തരാതെ അർഹതയില്ലാത്തത്. Cancellation of or not giving what we rightfully deserve. നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് തരാതെ ദൈവത്തെ തടയുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവത്തിന്റെ ദയ. ദൈവം തന്റെ ദയയാൽ, തന്റെ കരുണയാൽ നമുക്ക് അർഹമായ ശിക്ഷാവിധിയെ നമുക്ക് തന്നില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ കരുണാകാലത്ത് മാനസാന്തരപ്പെടാതെ പാപം മുഴിപ്പിക്കുവാൻ ദൈവം കൊടുത്ത കാലം കൊണ്ട് പാപം മുഴിപ്പിച്ച ഈ ബാബിലോണിന്റെ മേൽ ദൈവം കരുണ ലേശം കൂടാതെ തന്റെ ക്രോധം മുഴുവനും പകരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പഠിച്ച ഒരു കാര്യം, ഇന്ന് ദൈവം നമ്മോട് ഇടപെട്ടത് കരുണയോടെ, ദയയോടെ,
സ്നേഹത്തോടെ, മനസ്സലിവോടെയൊക്കെയാണ്. എന്നാൽ മാനസാന്തരത്തിന് ദൈവം അനുവദിക്കുന്ന ആ കരുണയുടെ കാലത്തെ നമ്മൾ അവഗണിച്ചാൽ, നമ്മൾ ആ സമയത്ത് ദൈവത്തിന്റെ ദയയുടെ ഐശ്വര്യത്തെ നിരസിച്ചാൽ, റോമർ 2:4 തൊട്ടുള്ള വാക്യങ്ങളാണ്, പിന്നെ നമ്മിൽ ദൈവം വെളിപ്പെടുത്തുന്നത് തന്റെ നീതിയുള്ള നീതിയുള്ള വിധി, സത്യമായ വിധി, ക്രോധത്തോടുകൂടെയുള്ള വിധി, കരുണലേശം കാണില്ല. സ്തോത്രം. കരുണലേശം കാണില്ല. ദൈവത്തിന്റെ ക്രോധം. അതുകൊണ്ടാണ് റോമർ 2:5-6 വാക്യങ്ങളിൽ പറയുന്നത്, അങ്ങനെ ദൈവത്തിന്റെ ദയയെ, ദീർഘക്ഷമയെ, ദീർഘക്ഷാന്തിയെ, അതിന്റെ ഐശ്വര്യത്തെ നിഷേധിച്ചാൽ ദൈവത്തിന്റെ, ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. കണ്ടോ? 2 പദങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ നീതിയുള്ള വിധി. നീതിയുള്ള വിധി, കരുണയുള്ളതല്ല. നമ്മോട് കാണിച്ചതോ കരുണയുള്ള വിധിയായിരുന്നു. പക്ഷേ മാനസാന്തരപ്പെടാൻ അനുവദിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടാതെ പാപത്തിൽ തുടർന്നാൽ പിന്നെ ദയയില്ല. പിന്നെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്, ആവർത്തിച്ചു പറയുന്നു, കോപം ചരതിച്ചു വെക്കും. അങ്ങനെ നമുക്കാർക്കും ഭവിക്കാതിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണയുടെ ആ ഒരു സീമയ്ക്ക് പുറത്തു പോകാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പാപം ചെയ്ത, മാനസാന്തരപ്പെടാതെ ഇരുന്ന, ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാതെ ആയിപ്പോയ ഈ പട്ടണത്തോട്, ഈ രാജ്യത്തോട്, ഈ സാമ്രാജ്യത്തോട് ദൈവം ഇടപെടുകയാണ്, ക്രോധത്തോടും നീതിയോടും കൂടെ. എന്നാൽ നമ്മോട് ദൈവം കാണിച്ച കരുണയുടെ ആധിക്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. പൗലോസ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, God who is rich in mercy, 4-ാം വാക്യമല്ലേ, കരുണാസമ്പന്നനായ ദൈവമോ, കരുണാസമ്പന്നനായ ദൈവം, God who is rich in mercy. അടുത്തൊരു പ്രയോഗവും അതുപോലെ സൂപ്പർലേറ്റീവ്. എന്താ? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. സ്തോത്രം. ഈ മഹാസ്നേഹത്തെ വേണ്ട എന്നും പറഞ്ഞ് നിരസിച്ച് നിഷേധിച്ച് പോയാൽ പിന്നെ നീതിയും കോപവും അല്ലാതെ വേറെ എന്തുണ്ട്? സ്തോത്രം. റോമാലേഖനം തന്നെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. 2:2. എന്നാൽ ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണിയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സത്യാനുസരണമായ വിധി. ഈ 2-ാമത്തെ അധ്യായം റോമാലേഖനത്തിൽ ഏതാണ്ട് 9ഓളം ന്യായവിധികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അതും മറ്റൊരു പഠന വിഷയമാണ്, അവിടേക്കും പോകുന്നില്ല. 2ഉം 4ഉം വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ദയ, സ്നേഹം, കരുണ, മനസ്സലിവ്,
ദീർഘശാന്തി, ദീർഘക്ഷമ എന്നൊക്കെയുള്ള കാര്യങ്ങളെ നിരസിച്ചാൽ, ആ സമയത്തിനകം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെയുള്ള വിധി 1 2 വാക്യത്തിൽ വായിച്ചതുപോലെ സത്യാനുസരണയായിരിക്കും. 4 വാക്യത്തിൽ വായിച്ചതുപോലെ നീതിയുള്ള വിധിയായിരിക്കും. 4 വാക്യത്തിൽ വായിച്ചതുപോലെ കോപത്തോടെയുള്ള വിധിയായിരിക്കും. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? 5 6 7 വാക്യങ്ങളിൽ നിന്ന് ഏഴാം വാക്യം വരെ മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? ശരി. എന്നാൽ 8 വാക്യവും കൂടെ. പക്ഷെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം? ബാബിലോണിന് പകരം ചെയ്യുക. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? 4 വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്റെ ജനമായുള്ളവരെ. ദൈവത്തിന്റെ വിശുദ്ധന്മാരോടാ പറയുന്നത്. അത് ദൈവത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. ദൈവം 8 വാക്യം വായിച്ചു, അതിന് ഉത്തരവുണ്ട് അവിടെ. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. സ്തോത്രം. 20 വാക്യവും കൂടെ. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. സ്തോത്രം. നിങ്ങൾക്ക് അവൾ ചെയ്തതുപോലെ പകരം കൊടുപ്പീനെന്ന് ദൈവം ദൈവത്തിന്റെ ജനത്തോട് പറയുന്നു. പക്ഷേ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ആര് തന്നെ അവളോട് പകരം ചെയ്തു? ദൈവം തന്നെ. ദൈവം തന്നെ. ദൈവം തന്നെ. അത് ആർക്ക് വേണ്ടി ചെയ്തു? ദൈവത്തിന്റെ ജനത്തിനായിട്ട് ചെയ്തു. ഇവൾ പീഡിപ്പിച്ച ദൈവജനത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇത് പറയുമ്പോൾ ജീവനോടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. അവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പും പ്രാപിച്ചു. ഈ മഹാപീഡന കാലത്തുള്ള രക്തസാക്ഷികൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഉദ്ധാരണം പ്രാപിച്ചു കഴിഞ്ഞു. എന്നാൽ അവരോട് മൊത്തമായി ദൈവം പറയുന്ന ഒരു പദപ്രയോഗമാണ് അവിടെ, നിങ്ങൾ അവൾക്ക് പകരം കൊടുപ്പീൻ. പക്ഷേ അവൾക്ക് പകരം കൊടുക്കാൻ ഈ വിശുദ്ധന്മാരെ കൊണ്ട് പറ്റില്ല. എന്നാൽ വിശുദ്ധന്മാർക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് ദൈവം തന്നെ അവളെ എന്ത് ചെയ്യുന്നു? ശിക്ഷ വിധിക്കും. എങ്ങനെയാ ശിക്ഷ വിധിച്ചതെന്ന 8 വാക്യം പറയുന്നത്? മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ. അവളുടെ സുഖലോലുപത, ആഡംബരം, ലക്ഷറി, എബണ്ടൻസ്, അവളുടെ സമൃദ്ധി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർന്നുപോയി. ഒറ്റ ദിവസം കൊണ്ട്. നമ്മളതൊക്കെ കണ്ടതാണല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടതാ അതിൽ ചിലത്.
ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടന്നു. ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കാശ് കയ്യിലുണ്ടായിരുന്നവർക്ക് ഒരു നാരങ്ങാ വെള്ളം മേടിച്ചു കുടിക്കാൻ ഒക്കാത്ത സ്ഥിതിയായി. അക്കൗണ്ടിൽ കിടപ്പുണ്ട് കോടികൾ, പക്ഷേ എടുക്കാനും ഉപയോഗിക്കാനും വയ്യ. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഏതോ പത്രത്തിലോ മറ്റോ വന്നു, നിങ്ങൾ കണ്ടതാ, കേരളത്തിൽ ഏതോ പത്രത്തിൽ വന്നു, പത്രങ്ങളിൽ ഒരു പത്രത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും വന്നു എന്നാ ഞാൻ വാർത്തയിൽ കണ്ടത്. ഇന്ത്യയിൽ ഇനിയും ഒരു കറൻസിയും ഉപയോഗിക്കാൻ പറ്റില്ല, മുഴുവൻ ഡിജിറ്റൽ കറൻസി ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. നിങ്ങൾ വാർത്തകളൊക്കെ വായിച്ചു കാണും. ഓട്ടോറിക്ഷക്കാർ പോലും ഓട്ടോ കൂലി ക്യാഷിൽ വാങ്ങുന്നില്ലായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. സാറേ ഗൂഗിൾ പേ ഉണ്ട്, അത് ചെയ്താൽ മതിയെന്ന്, ക്യാഷ് വേണ്ട. ചിലരൊക്കെ വില കൂടുതലാണെങ്കിലും ഉള്ള കാശങ്ങ് ചെലവാക്കാമെന്ന് വിചാരിച്ച് സ്വർണം വാങ്ങാൻ പോയതിനെ കുറിച്ചും ഞാൻ കണ്ടു, ഈ വാർത്ത കേട്ടോ. ഇത്രയ്ക്ക് സമൃദ്ധിയിൽ കഴിഞ്ഞ ബാബിലോണിനെ സംബന്ധിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കൊറോണ വന്ന സമയത്തോ വല്ലതും വാങ്ങാൻ കിട്ടുമായിരുന്നു, കാശുണ്ട് കയ്യിൽ, പക്ഷെ സാധനമില്ല. പോയാൽ തന്നെ റേഷനായിട്ട് ഇത്രയ്ക്ക് വാങ്ങാൻ പറ്റൂ. ഇതെല്ലാം നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ കണ്ടതാണ്, അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു വാക്യം, 8-ാം വാക്യം മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ദൈവം തന്റെ ക്രോധത്തിൽ നീതിയിൽ ഈ പാപിനിയായ ബാബിലോണിനെ ശിക്ഷിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവൾക്കുള്ളത് മുഴുവനും നഷ്ടപ്പെട്ട് മരണവും ദുഃഖവും ക്ഷാമവും ഒരുപോലെ അവളെ പിടിക്കുന്നു എന്ന് പറയുന്നത് വളരെ സാധ്യമായ കാര്യമാണ്, സംഭവ്യമായ കാര്യമാണ്. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരുപക്ഷെ വല്ല അണ്വായുധങ്ങളും, ന്യൂക്ലിയർ വെപ്പൺസ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി, ഉള്ളതെല്ലാം തകർന്ന തരിപ്പണമാകും. വീടും സ്വത്തുക്കളും പൈസയും എല്ലാം ഉള്ളവർ അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തീപിടുത്തത്തിൽ എല്ലാം വിട്ട് ഓടിപ്പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. പണ്ട് കുവൈറ്റ് വാർ എല്ലാവരും പറയുന്ന കാര്യ, ഗൾഫ് മേഖലകളിലെ സമ്പൽ സമൃദ്ധി അനുഭവിച്ചിരുന്ന മനുഷ്യർ പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അല്ല ഒറ്റ ദിവസം കൊണ്ട് ഒരു ഉണക്ക അപ്പക്കഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺമുൻപിൽ നമ്മുടെ ആയുഷ്കാലത്ത് സംഭവിച്ചെങ്കിൽ ദൈവം നേരിട്ട് ക്രോധത്തോടെ ശിക്ഷിക്കുന്ന ബാബിലോണിൽ ഈ കാര്യങ്ങൾ, ഈ ന്യായവിധികൾ, ഈ ബാധകൾ ഒരു ദിവസം കൊണ്ടും ഒരു മണിക്കൂർ കൊണ്ടും സംഭവിക്കുന്നു പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഇറ്റ്സ് നോട്ട് an exaggeration. It's really what is going to happen. സംഭവിപ്പാൻ പോകുന്ന വെറും സത്യമായ കാര്യ. അതാണ് 8-ാം വാക്യം. അവളെ തീയിൽ ഇട്ട് ചുട്ടുകളയും. ആ ചുട്ടുകളയും എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അണുവായുധങ്ങൾ, ചില എന്താണ് പറയുന്നത്, ന്യൂക്ലിയർ വെപ്പൺസ് വല്ലതും ഉപയോഗിച്ചാൽ മതി, നിമിഷങ്ങൾ കൊണ്ട്
കത്തിച്ചാമ്പലാകും. ആദ്യത്തെ അണുവായുധ ഉപയോഗമൊക്കെ നമുക്കറിയാമല്ലോ, ജപ്പാനിൽ നടന്നത്. ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളുണ്ടെന്ന, ഇപ്പോഴും അവിടെ കിളിർക്കുന്ന വൃക്ഷലതാദികൾ വൈകല്യമുള്ളവയാണ്. വർഷങ്ങൾ എത്രയായി? ആദ്യം കണ്ടുപിടിച്ച അണുബോംബുകൾ ഇട്ടത് അവിടെ. അതിനേക്കാൾ എത്ര മടങ്ങ് പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഇന്ന് രാജ്യങ്ങളുടെ പക്കലുള്ളത്. അതിലൊരെണ്ണം ഇട്ടാൽ മതി, സംഭവം തീരും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് നിവർത്തിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് തീയൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവരുടെയൊക്കെ തന്നെ കയ്യിലുണ്ട്. അതാണ് നമുക്ക് പണ്ടത്തെക്കാൾ ഇന്ന് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധ്യമായിരിക്കും. അപ്പം 8ഉം 20ഉം ഒക്കെ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ അടുത്ത വാക്യങ്ങളിലേക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ എത്താം. സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ടത് ഒരിക്കൽ കൂടെ അയവിറക്കുക. ദൈവത്തിന്റെ കോപപാത്രങ്ങളായിരുന്ന നമ്മോട് ദൈവത്തിന് കരുണ തോന്നി. ദൈവത്തിന്റെ മനസ്സലിവിനായിട്ട് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന മാനസാന്തരത്തിന്റെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് നമ്മിൽ ചെയ്യുവാനുള്ള പ്രവൃത്തികൾക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.